നമ്മുടെ കിച്ചണിൽ നിന്നും എന്താ ഫ്രൂട്ട്സ് നൂഡിൽസ്, ഫ്രൂട്ട്സ് ചില്ലി, ഫ്രൂട്ട്സ് ടിക്ക അതെല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരും, ഞാൻ അങ്ങോട്ട് ഇരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇവിടെ ഹോട്ടലിൽ ഇത് മെനു കാച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഫുഡ് കഴിക്കാനാവുന്നല്ലാണ്ട് നോക്കിയത് ഞാൻ വെച്ച് ഈവനിങ് ന്യൂസ് പേപ്പർ വല്ല ആയിരിക്കും. ഇത് മെനു കാർഡാണ് ഇവിടുത്തെ മെനു കാർഡ്. കൊള്ളാം. ഇതാരാ ചെയ്തത് ഇങ്ങനെ? ചിന്തിച്ചാലറിയാലോ. അല്ല, അതാ ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരും ആയിരിക്കൂല. സോറി. ഇത് ഇപ്പൊ എന്താ പറയാ, ഓരോ കഥ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മെനു ഉണ്ട്. കാരണം മെയിൻലി എന്താ വെച്ചാല് നമ്മൾ എന്തായാലും ഫുഡ് പറഞ്ഞ് ഓർഡർ വരുമ്പോൾ തന്നെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോലെ 20 minutes ടൈം എടുക്കും. അത് ഇൻഫോർമേറ്റീവ് ആയാലും എന്താ കുഴപ്പം? തീർച്ചയായിട്ടും നല്ലൊരു തിങ്കാണ്, നല്ലൊരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്രീഷിയേറ്റ് ദാറ്റ്. ഇത് ഞാൻ പണ്ട് എവിടെയോ കണ്ടിട്ടുള്ളത്. പണ്ട് 1965 നെസ്കഫെ ഫസ്റ്റ് ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ ഫസ്റ്റ് എവർ ആഡാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നമ്മുടെ നെസ്കഫെ ഫസ്റ്റ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇറക്കിയ ആഡാണിത് 1965. ഇതിപ്പോ എവിടുന്ന് കിട്ടി ഒപ്പിച്ച്? എവിടുന്ന് മോട്ടിച്ച്? ഗൂഗിൾ. ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടുമായിരിക്കും എന്തായാലും. ആരതി ഹോട്ടൽ ഇവിടെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭരണിയുടെ നാട്. കേട്ടിട്ടുണ്ടോ ഭരണി പാട്ട്? ഇതിലെ കൂടിയൊക്കെ ഓടി പോയിരിക്കും അല്ലേ? ഒരു പ്രാവശ്യം മാത്രം ഇറങ്ങാൻ ശ്രമിച്ചു, പിന്നെ മനസ്സിലായി, കേട്ടപ്പോൾ ഓടി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതിലല്ല. എന്തായാലും ഇത് ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്, കാരണം നല്ലൊരു ഇതായിട്ട്. താങ്ക് യു. നമ്മുടെ ടിക്ക വന്നിട്ടുണ്ട്. നമ്മുടെ ചില്ലി, ഇത് ടിക്കയുള്ള ഒപ്പമുള്ള ചട്നി, ഫ്രൂട്ട്സിന്റെ ഒപ്പവും ചട്നി നിർബന്ധമാണ്. ഓക്കെ, ശരിയാണ്. നമ്മുടെ പലതും എന്താ നമ്മൾ കാണുന്ന രീതിയിലാണ് പ്രശ്നം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് ടിക്ക. ഞാനിപ്പോ ചട്നി കൂട്ടി കഴിക്കാൻ പോവാ അല്ലേ? അപ്പോൾ അതിൽ തന്നെ ഞാൻ നൂഡിൽ ടിക്ക സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ടിക്ക. കുറേ ടിക്ക വാരി തിന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫ്രൂട്ട് ടിക്ക ആദ്യമായിട്ടാണ്. കഴിക്കുന്നില്ല? വേണ്ടല്ലേ? എന്നും നമ്മൾ കഴിക്കുന്നതല്ല. പണ്ട് നമ്മുടെ നാട്ടിലെ ചില മിഠായി, എന്താ ടൈം ബോംബ് എന്ന് പറഞ്ഞൊരു മിഠായി കഴിക്കാറുണ്ട്, കിട്ടാറുണ്ട്. അത് പുറത്ത് നല്ല മധുരവും കടിച്ചു പൊട്ടിഞ്ഞാൽ കൊടുക്കത്തെ പൊളി. സെയിം അതുപോലെ തന്നെ ഇത് പുറത്തെ എരിവ് അതിങ്ങനെ കടിച്ച് ഒരു കടി എടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് മൊത്തം ഫ്രൂട്ടും അതിൻ്റെ ജ്യൂസും എല്ലാം കൂടി ചാടി ഇങ്ങനെ വെമ്പലും ഉള്ളിലേക്കാണ് ആ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസി. അത് കൊള്ളാം, നല്ലൊരു ഐറ്റം ആയിരുന്നു. പക്ഷെ ആ എരിവ് ഇത്തിരി കടുപ്പാണ്. പക്ഷെ ടിക്കയ്ക്ക് അങ്ങനെയാണല്ലോ. ടിക്ക എപ്പോഴും സ്പൈസി ആയിരിക്കും. പൈനാപ്പിൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. കാര്യം സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ടേസ്റ്റി. സോ നല്ല എരിയുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രൂട്ട് നൂഡിലും ഇത് അയ്യോ പോലെ നമ്മുടെ അസ്മിയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ആൻറ്റി, അതിൻ്റെ പേരെന്താ ആൻറ്റി? ശോഭ. എൻ്റെ അമ്മയുടെ പേര് ശോഭ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൂഡിൽ വെജിറ്റബിൾസിന് പകരം ആ ചെറിയൊരു മധുരം കിട്ടും. അങ്ങനത്തെ മധുരമല്ല, നമുക്ക് സുഖിക്കുന്നൊരു മധുരമാണ്. നൂഡിൻ്റെ ഒപ്പം ഇറങ്ങും, കറിയുടെ ഒപ്പം ഇറങ്ങും. അങ്ങനത്തെ ഒരു സ്വീറ്റ്. അപ്പോൾ ചില്ലി ഫ്രൂട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ. ചില്ലി ചിക്കനും മറ്റു സംഭവങ്ങളൊക്കെ കഴിച്ചാൽ അതുപോലെ ആ ഒരു എന്താ പറയാ, നമ്മുടെ സംതൃപ്തി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ആ ഒരു കോട്ടിംഗ് ഇല്ലേ, ആ കോട്ടിംഗ് ക്രിസ്പിനെസ് കിട്ടുമല്ലോ, ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. സെയിം ടിക്ക കഴിച്ചോളുള്ള ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടി വരുന്നു. സീരിയസ്ലി നമുക്ക് വീട്ടിലായാലും ട്രൈ ചെയ്യാവുന്ന കാര്യമുണ്ട്. കുറേ ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലും നമുക്ക് യൂസ് ചെയ്യാം.
കാരണം വെച്ചാൽ മെയിൻലി അതല്ല, ഇപ്പോൾ ഒരുപാട് എന്താ എല്ലാവരും നോൺ വെജിൽ നിന്ന് മാറുന്നൊരു ടൈമായി തുടങ്ങിയിട്ടുണ്ട്. സോ പിന്നെ ഏറ്റവും കൂടുതൽ കിഡ്സാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കേണ്ട ഒരു പ്രായമാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചൈനീസിൽ നൂഡിൽസിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു പോകും. സോ മെയിൻലി അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിഷസിനെ പറ്റി ചിന്തിച്ചതും ചെയ്തതും. ബിക്കോസ് ഇത് വേണമെങ്കിൽ എരിവ് കുറച്ചിട്ടാലും ചെയ്താലും ദേ വിൽ ഹാവ് ഇറ്റ്. കാരണം നമ്മളെപ്പോഴും നമ്മളെ ചെറുപ്പത്തിലും നമ്മുടെ അച്ഛനമ്മമാർ ഒരുപാട് പറ്റിച്ച് ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. സോ അമ്പിളിമാമനെയും മറ്റേനെയൊക്കെ കാണിച്ചിട്ടും ഇടയ്ക്ക് ഞരടിയൊക്കെ തന്ന് അങ്ങ് നല്ല ഫുഡൊക്കെ അങ്ങനെ തരും. അതുപോലെ തന്നെ ഇത് തീർന്നിട്ടില്ല. ഇതുപോലെ നല്ല ഫ്രൂട്ട്സും ബാക്കിയെല്ലാം നല്ല ഡിഷസും നമുക്ക് ഇവിടെ കിട്ടും. എന്തായാലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. പിന്നെ ഇനി ഇത് കൂടുതൽ നമ്മുടെ ബ്രാഞ്ചസ് എങ്ങോട്ടെങ്കിലും വിപുലീകരിക്കാൻ ഉണ്ട്. ബട്ട് ആസ് ഇഫ് നൗ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ബട്ട് maybe in another 2 years time. 2 years. We will. അപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കൂടി നമുക്ക് ആരദീസ് സദേൺ ഡിലൈറ്റ് നമുക്ക് ഉണ്ടാവും, കാണാം, അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അതിനു മുമ്പ് ഈ 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം. ഇങ്ങോട്ട് വന്നാൽ മതി. ആരദീസ് നമ്മുടെ കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ തന്നെ എറണാകുളത്തോട് പോകുന്ന വഴിക്ക് ആ വളവിൽ തന്നെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ആരദീസ് സദേൺ ഡിലൈറ്റ് കാണാം. അവിടെ വന്ന സംഭവം ഉണ്ടാവും. നോക്കണ്ട, നേരെ കയറുക. അവിടെ ആൾക്കാരടുത്ത് പറയുക നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. അതെ കഴിക്കാം. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഫുഡ് ഇപ്പോൾ എരിവ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. എങ്ങനെ വേണമെന്ന് വെച്ചാലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വെറ്റിയർ ഹോട്ടലാണ്, പ്യോർ വെജ് മാത്രം. അപ്പം എന്തായാലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. വളരെ വളരെ നന്ദി.